ഏപ്രിൽ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിൽ. 2006 വി എസ് അച്യുതാനന്ദന് പാർട്ടി സീറ്റ് കൊടുക്കില്ല എന്നൊരു വാർത്ത പരന്നപ്പോൾ കേരളത്തിലെമ്പാടും വി എസ് അനുകൂലികളുടെ പ്രകടനം ഉണ്ടാവുകയും പാർട്ടിക്ക് ആ നിലപാട് തിരുത്തി വി എസിനെ മത്സരിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായി. അതേ രൂപത്തിലുള്ള ഒരു പ്രതിഷേധം പരസ്യ പ്രകടനങ്ങളൊന്നും നടന്നില്ലെങ്കിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ, തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദൻ, മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ വിമത സ്വരം പാർട്ടിക്കകത്ത് ഉയരുന്നു. ചിലർ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. സുധാകരനും ടി കെ ഗോവിന്ദനൊക്കെ പാർട്ടിയെ വെല്ലുവിളിച്ച് സ്ഥാനാർത്ഥികളാവുന്നു. പയ്യന്നൂരിൽ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്താണ് CPM-ൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPM ഇപ്പൊ അവര് ഈ ഗോവിന്ദന്റെയോ അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണന്റെയോ സുധാകരന്റെയോ ഒക്കെ പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർ സ്ഥിരം പറയുന്ന ശൈലി, ഇന്നിപ്പോ KK രാഗേഷിന്റെ പത്രസമ്മേളനമാണ്, വർഗവഞ്ചകരാണ്, അധികാരമോഹികളാണ്, ഈ വർത്തമാനം അവർ സ്ഥിരാവർത്തിക്കും. പക്ഷെ ആ വർത്തമാനം കൊണ്ട് ഇനി ഫലമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് കാരണം മുൻകാലങ്ങളിൽ ഈ പാർട്ടിയുടെ ഘടനയും ആശയവും അല്ല ഇന്നുള്ളത്. മുൻകാലങ്ങളിൽ എന്താ, ഇപ്പൊ MV രാഘവൻ പോയപ്പോഴും ഗൗരിയമ്മ പോയപ്പോഴും ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ നേരിട്ടത്. ഞങ്ങൾക്ക് ഇടതുപക്ഷ രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്ക് വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് പോയി എന്നാണ്. ഇന്നിപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ രാഷ്ട്രീയവും എന്ന് പറഞ്ഞ് വേർതിരിക്കാൻ കഴിയാത്തത്ര അതിൻ്റെ അതിര് മാഞ്ഞു പോയിരിക്കുന്നു. ഒരുപക്ഷെ വലതുപക്ഷമായിരിക്കും ഇടതുപക്ഷത്തേക്കാൾ ഇടതുപക്ഷം എന്ന് പറയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. കാരണം അവരുടെ നയങ്ങൾ മാത്രമല്ല, ഇപ്പൊ പാർട്ടിയുടെ പഴയ സുധാകരൻ സഖാവ് തന്നെ പറഞ്ഞ ജനകീയ ജനാധിപത്യ വിപ്ലവം, പാർലമെന്ററി ജനാധിപത്യം തുടങ്ങിയ വാക്കൊക്കെ ഒരുപക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള പാർട്ടി ആളുകൾക്ക് അറിയ പോലുമില്ല. സജി ചെറിയാനെ പോലുള്ള ആൾക്ക് പോലും അറിയില്ല. കാരണം എന്താ വെച്ചാൽ അതൊക്കെ മറന്നുപോയി, അതൊന്നും ഇപ്പൊ ക്ലാസ് എടുക്കുന്നില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന എന്താ, അടിസ്ഥാനപരമായി ഇപ്പൊ LDF 03, പിണറായി 03 ഇത് പറയുമ്പോൾ പാർട്ടിയുടെ ആകെ പരിപാടി തെരഞ്ഞെടുപ്പിൽ ജയിക്കലായി മാത്രം. പാർലമെന്ററി പ്രവർത്തനം മാത്രമാണ് പാർട്ടിയുടെ പണി എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. പാർലമെന്ററി പ്രവർത്തനം മാത്രമാവും ഉണ്ടാകുന്ന 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടാവും. ഇപ്പൊ ഇവർ പറഞ്ഞില്ലേ പാർലമെന്ററി വ്യാമോഹം. എന്തേ പണ്ട് കാലത്തൊന്നും പാർട്ടികൾക്ക് പാർലമെന്ററി വ്യാമോഹം ഇല്ലാതിരുന്നത്? പണ്ട് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അതില്ലാതിരുന്നത് പാർട്ടി അങ്ങനെ ആയതുകൊണ്ടാണ്. 1957 പറയുന്ന ഒരു കഥയുണ്ട്, കഥയല്ല ഒരു സത്യം. 57 സംസ്ഥാന കമ്മിറ്റി കൂടി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി തൃശ്ശൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളെ തീരുമാനിച്ചപ്പോൾ അന്ന് ഇന്നത്തെ മണലൂർ, അന്നത്തെ അന്തിക്കാടാണ്, ആ മണ്ഡലത്തിൽ മനലൂർ മണ്ഡലത്തിൽ ആര് മത്സരിക്കണം എന്ന ചോദ്യം വന്നപ്പോൾ KP പ്രഭാകരൻ എന്ന് പറയുന്ന KP രാജേന്ദ്രന്റെ അച്ഛൻ, അനിഷേധ്യ തൊഴിലാളി നേതാവ്, അദ്ദേഹത്തിന്റെ പേര് വന്നപ്പോൾ അതിനെ എതിർത്തത് അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, അന്തിക്കാട് മണ്ഡലത്തിൽ മണലൂർ മണ്ഡലത്തിൽ ഞാൻ നിന്നാൽ ജയിക്കില്ല, അതുകൊണ്ട് ഞാൻ വേറൊരു പേര് പറയാം. എന്നിട്ടാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്വതന്ത്രനായി അവിടെ വരുന്നത്. അത് ചരിത്രമാണ്. ജോസഫ് മുണ്ടശ്ശേരി വരുന്നു, അങ്ങനെ ജയിക്കുന്നു. കാരണം അന്ന് എങ്ങനെയെങ്കിലും പാർട്ടി ജയിക്കുക എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടിരിക്കുന്നു. ഒന്ന്, പ്രത്യയശാസ്ത്രപരമായി വിടൽ വിട്ടുകയും നിങ്ങൾ എന്താ പറയുക, പഴയ സംഘടനാ രീതിയിൽ ലെനിനിസ്റ്റ് അത് എന്നൊക്കെ പറയുക, മോളി എന്ന് പറഞ്ഞാൽ താഴെയുള്ള പാർട്ടി പോളിറ്റ് ബ്യൂറോ മുതൽ ബ്രാഞ്ച് മെമ്പർമാർ വരെ കേൾക്കണം തുടങ്ങിയ വാചകങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. എന്താ കാര്യം വെച്ചാൽ, നിങ്ങൾ മാർക്സിസ്റ്റ് അല്ലാത്തൊരു പാർട്ടിക്ക് ലെനിനിസ്റ്റ് ആയൊരു സംഘടനാ രീതി കൊണ്ടുനടക്കാൻ പറ്റില്ല. മാർക്സിസ്റ്റ് ആയ ഒരു പാർട്ടിക്ക് പറ്റും, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ആവുക, അതിൽ ചർച്ച നടക്കുക. ഇപ്പോൾ കോൺഗ്രസിന്റെ പോലെയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ പോലെയോ ചർച്ച നടക്കുക, തുറന്ന അഭിപ്രായ പ്രകടനം നടത്തുക, അതൊക്കെയാണ് സാധാരണ ജനാധിപത്യത്തിലുള്ളത്. ഇപ്പോഴും CPM സംഘടനാപരമായി ജനാധിപത്യം അംഗീകരിച്ചിട്ടില്ല. പക്ഷേ പ്രവർത്തനം മുഴുവൻ പാർലമെന്ററി ജനാധിപത്യത്തിൽ നിൽക്കുകയാണ്. ഇതൊന്നാമത്തെ കാര്യം. ഇതിന്റെ ഫലം, രണ്ടാമത്തെ ഫലം എന്ത് സംഭവിക്കുന്നു? ഇപ്പൊ നോക്കൂ, ഈ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 5 ex-MLA-യും 1 MLA-യും സിറ്റിംഗ് MLA-യും മുന്നണി വിട്ടിട്ടുണ്ട്. 6 പേർ: ഐഷ പോറ്റി, ജി സുധാകരൻ, S രാജേന്ദ്രൻ, വൈക്കത്ത് അജിത്ത്, പാലക്കാട് PK ശശി, ഏറ്റവും ഒടുവിൽ നാട്ടികയിൽ CC മുകുന്ദൻ. 2 CPI, 4 CPM. ഇത്രയും പേര് വിട്ടു. ഇവരിൽ 3 പേര് CPIയുടെ അജിത്തും മുകുന്ദനും രാജേന്ദ്രനും BJP-യിലേക്കാണ് പോയത്. കോൺഗ്രസിലേക്കല്ല, BJP-യിലേക്കാണ് പോയത്. എന്തുകൊണ്ടാണ് അവർ BJP-യിലേക്ക് പോയത്? അധികാരമൊക്കെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല BJP സ്ഥാനാർത്ഥി ഇവരാരെങ്കിലും ജയിക്കും. MLA ആവാനുള്ള മോഹം കൊണ്ടാണെങ്കിൽ അവർ BJP-യിലേക്ക് പോകില്ലല്ലോ. UDF-ലേക്ക് പോയാൽ എനിക്ക് മനസ്സിലാക്കും ഒരു പരിധി വരെ. ഐഷ പോറ്റി MLA ആവാൻ വേണ്ടി പോയി എന്ന് വാദിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അവർ പോയത്? ഒരു മടിയും അവർക്ക് ഉണ്ടായില്ലല്ലോ, ഒരു പ്രത്യയശാസ്ത്ര തടസ്സവും തൊണ്ടയിൽ തടഞ്ഞില്ലല്ലോ അവർക്ക്. ഞങ്ങൾ BJP ആണ്, സംഘപരിവാർ ആണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് പാർട്ടി MLA ആയിരുന്ന
വളരെ ഉയർന്ന നേതാക്കളായിരുന്ന ആളുകൾക്ക് ഒരു മടിയുമില്ലാതെ പറയാൻ കഴിഞ്ഞത്. ഇത് നേതാക്കൾക്ക് മാത്രമല്ല, അണിയുടെ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഉറച്ച വോട്ടുകൾ വലിയ തോതിൽ BJP-യിലേക്ക് പോയി. കായംകുളം അതുപോലെയുള്ള ആറ്റിങ്ങലൊക്കെ, വർക്കല പോലെയുള്ള മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥലത്ത് വന്നു. CPM 40,000 വരെ വോട്ടിന് ജയിച്ച മണ്ഡലങ്ങളിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഇനി വടക്കോട്ട് പോയാൽ 65,000 വോട്ടിന് ശൈലജ ടീച്ചർ ജയിച്ച മണ്ഡലത്തിൽ 4,000-5,000 വോട്ടാണ് CPM സ്ഥാനാർത്ഥിക്ക് ലീഡ് കെ സുധാകരനെതിരെ കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ. എന്താ അങ്ങനെ സംഭവിച്ചത്? മട്ടന്നൂര് ധർമ്മടത്ത് എത്രയായിരുന്നു ലീഡ്? തളിപ്പറമ്പ് UDF ലീഡ് ചെയ്തു. പയ്യന്നൂർ വളരെ കുറഞ്ഞില്ലേ ലീഡ്? എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉറച്ച ഇവര് പറയുന്ന ലെനിനിസ്റ്റ് സംഘടനാ രീതിയിൽ പാർട്ടി പറഞ്ഞാൽ, പാർട്ടി ചിഹ്നം കണ്ടാൽ ബോധം കെട്ട് പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യും എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു മടിയുമില്ല BJP-യുടെ താമരയിൽ വോട്ട് ചെയ്യാനും ഈ കൈപ്പത്തിയിൽ വോട്ട് ചെയ്യാനും, അല്ലെങ്കിൽ എതിരാളിക്ക് വോട്ട് ചെയ്യാൻ. ഇത് സാധാരണ അണികൾക്ക് ഇതിങ്ങനെ വന്നത് എന്തുകൊണ്ട്? പാർട്ടിക്ക് പ്രത്യയശാസ്ത്രമില്ലെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അണികൾക്ക് ഇതിനെ പ്രത്യയശാസ്ത്രം, പാർട്ടിക്കില്ലാത്ത അപ്പൊ പ്രത്യയശാസ്ത്രത്തിന്റെ പശ കൊണ്ട് കെട്ടിപ്പിടിക്കേണ്ട ഒരു സംഘടന കേവലം വികസനം, റോഡ്, പാലം, നമുക്ക് ഒരു വലിയ പ്രചരണമുണ്ട് കിഫ്ബിയുടെ. ഇത്ര വൃത്തിയായിട്ടൊരു പ്രചരണം ലോകത്തുണ്ടായിട്ടുള്ള ഒരു മോൺസ്റ്റർ പോലെ ഒരാളെ ഉണ്ടാക്കി, കയ്യിൽ റോഡ്, കാലിൽ റോഡ്, മുകളിൽ വിമാനം, തലയിൽ തീ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇതൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു കാലത്ത് യോജിക്കാത്ത സംഗതിയാണ്. എന്നിട്ട് പിന്നെ പെൻഷൻ കൊടുക്കുക. പെൻഷൻ കൊടുക്കുന്നതല്ല ഇടതുപക്ഷ രാഷ്ട്രീയം, ഭൂമി കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയം. പെൻഷൻ കൊടുക്കാനല്ല ഇടതുപക്ഷം. മാത്രമല്ല നിയമസഭ ഹൈക്കോടതിയിൽ വന്നപ്പോൾ എന്താ പറഞ്ഞ്? പെൻഷൻ അവകാശമല്ല, ഔദാര്യമാണ്. അപ്പൊ ഔദാര്യം കൊടുക്കുന്ന ഈ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് വികസനം നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ എന്നവർ പ്രഖ്യാപിക്കുകയും, എന്നിട്ട് പിന്നെ ഞങ്ങൾ ഇടതുപക്ഷ പേരിൽ ഇപ്പൊ ഇടത് വലതെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. കണ്ണാടി നോക്കിയാൽ ഇടത് വലതും വലത് ഇടതും, അത്രേ ഉള്ളൂ വ്യത്യാസം. കണ്ണാടി നോക്കുമ്പോൾ തിരിച്ചാവും. ആ വ്യത്യാസമല്ലേ ഉള്ളൂ. മാത്രമല്ല പിന്നെയും കുറച്ചൊക്കെ ജനപക്ഷം പറയുന്നത് കോൺഗ്രസ്സുകാരാ. ഇവരതുപോലുമില്ല. ഒരു പരിസ്ഥിതി വേണ്ട, ജനം വേണ്ട, ദളിത് വേണ്ട. അതാ ഞാൻ പറഞ്ഞേ, 3 ex-MLA-മാർ, ഒരു സിറ്റിംഗ് MLA, 2 ex-MLA-മാരും സംവരണ സീറ്റിൽ മത്സരിക്കുന്ന ആളുകൾ നേരെ BJP-യിലേക്ക് പോയി. വൈക്കത്തും ദേവികുളത്തും നാട്ടികയിലും. എന്താ അതിന്റെ അർത്ഥം? അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഒരു വലതുപക്ഷ പാർട്ടിയായിട്ട് ഇവർക്ക് മത്സരിക്കാം. അങ്ങനെ മത്സരിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പൊ കോൺഗ്രസ് 24 മണിക്കൂറിനകത്ത് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നു, ഇപ്പോഴൊന്നും കാണാനില്ല. 48 മണിക്കൂറാകുമ്പോഴാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അങ്ങനെയാണ്, CPM അങ്ങനെയല്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളിതാ പെട്ടെന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. 91 മണ്ഡലങ്ങളിൽ പ്രഖ്യാപിച്ചു, 27 മണ്ഡലങ്ങളിൽ CPI പ്രഖ്യാപിച്ചു. എന്താ സംഭവിച്ചത്? എന്നിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? ഈ പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ CPIM-ന്റെ, ഇന്ത്യയിലുള്ള പാർട്ടിയാണല്ലോ, അതിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരാളാണ് TK ഗോവിന്ദൻ. TK ഗോവിന്ദൻ വന്ന് 2 മണിക്കൂർ പത്രസമ്മേളനം നടത്തി അവസാനം പ്രഖ്യാപിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. UDF-ന്റെ പിന്തുണ കിട്ടിയാൽ വാങ്ങിക്കും, BJP-യുടെ പിന്തുണ വാങ്ങില്ല. അതേ കാര്യം V കുഞ്ഞികൃഷ്ണൻ പറയുന്നു. V കുഞ്ഞികൃഷ്ണൻ കാത്തുനിന്നത് സുധാകരന് കൈ കൊടുക്കുമെന്നറിയാനാ. സുധാകരന് കൈ കൊടുത്തു. അമ്പലപ്പുഴയിൽ സുധാകരന് പിന്തുണ പ്രഖ്യാപിച്ചു UDF. പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ കുഞ്ഞികൃഷ്ണൻ അറിയാം കിട്ടുന്ന. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യം അതാണ്. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇന്ത്യ മുന്നണിയില്ലേ എന്നുള്ള രാഷ്ട്രീയമൊക്കെയാ പറഞ്ഞ്. അതുകൊണ്ട് തന്നെ TK ഗോവിന്ദന് പിന്തുണ കിട്ടും. ഇത് എവിടെയായി പിന്തുണ കിട്ടുന്ന സ്ഥലം? തളിപ്പറമ്പ്, പയ്യന്നൂർ, അമ്പലപ്പുഴ. അപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ശക്തിയുള്ള 2 ജില്ലകളാണ് കണ്ണൂരും ആലപ്പുഴയും. രക്തസാക്ഷികളുടെ മണ്ണാണ്. പക്ഷെ രക്തസാക്ഷികളെന്ന് ഇനി പറയാൻ പറ്റില്ല. രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ പയ്യന്നൂര് CPM സ്ഥാനാർത്ഥിക്ക് നിൽക്കാൻ പറ്റില്ല. രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്നും അത് കൃത്യമാണ്. ഇന്നലെ TK ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് അദ്ദേഹം കൂടി അത് ആവർത്തിച്ചു. അദ്ദേഹത്തിന് ഇപ്പോഴും ബോധ്യം വന്നിട്ടില്ല, കണക്ക് പുറത്തു വിട്ടല്ലോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ രക്തസാക്ഷി ഫണ്ട് വെട്ടിക്കുക, സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി നാറിയ കളി കളിക്കുക. ഞാൻ പറഞ്ഞ PK ശ്യാമള ഇപ്പോൾ മത്സരിക്കുന്നതിന് ഞാനൊരു വിരോധമല്ല, അവർക്ക് കഴിവുണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആന്തൂർ സാജന്റെ കേസൊക്കെ ഉണ്ട്. ആന്തൂർ സാജന്റെ കേസിൽ ഇന്നലെ TK ഗോവിന്ദൻ പറഞ്ഞ് വളരെ കൃത്യമാണ്. ഈ ശ്യാമളയുടെ ഇടപെടൽ കൊണ്ടാണ് സാജൻ ആത്മഹത്യ ചെയ്തതെന്ന് അവിടെയുള്ള മുഴുവൻ ആളുകളും വിശ്വസിക്കുന്നുണ്ട്, പാർട്ടിക്കാർ വിശ്വസിക്കുന്നുണ്ട്.
ആ വിശ്വാസം അന്വേഷിക്കാമെന്ന് പറഞ്ഞു. അവര് അന്വേഷിച്ച് കണ്ടെത്തിയാൽ നടപടിയെടുക്കും. പി ദിവ്യക്കെതിരെ എടുത്ത നടപടി പോലും ശ്യാമളയ്ക്ക് എടുത്തില്ല എന്ന് മാത്രമല്ല, ശ്യാമളായി പ്രൊമോഷൻ കൊടുത്തു MLA ആവും. ശ്യാമള കൊണ്ടുവരാൻ വേണ്ടി കളിച്ച കളി നമ്മളൊരിക്കൽ ഇതുപോലുള്ള ചാനലിൽ പറയേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീ വേണമെന്ന് പറഞ്ഞു. ആദ്യം സ്ത്രീ വേണമെന്ന് പറഞ്ഞു. ഏത് സ്ത്രീ വേണമെന്ന് പറഞ്ഞു? സ്ത്രീ വേണമെങ്കിൽ ശൈലജ ടീച്ചർ നിർത്തായിരുന്നില്ലേ? ശൈലജ ടീച്ചർ, ഷംസീർ, P ജയരാജൻ, ഈ കാര്യമൊക്കെ ഇന്നലെ ഗോവിന്ദൻ പറയുന്നുണ്ട്. ഒന്നൊന്നായി വെട്ടി 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 മാറ്റപ്പെട്ടത്. ശൈലജ ടീച്ചർക്ക് എന്റെ കണക്കിൽ പേരാവൂർ ജയിക്കാൻ ഒരു സാധ്യതയില്ല. എന്നെ ശൈലജ ടീച്ചർക്ക് തോൽക്കില്ല എന്ന് പറയുമ്പോൾ നിന്ന് വടകര 1.25 ലക്ഷം വോട്ടിന് തോറ്റതാണ്. അപ്പോ തോൽക്കാത്ത ഒരാളൊന്നുമല്ല ശൈലജ ടീച്ചർ. അപ്പൊ എന്ത് സംഭവിക്കും? ശൈലജ ടീച്ചർ തോറ്റാൽ അവരുടെ രാഷ്ട്രീയം അവസാനിച്ചു, ഷംസീറിന്റെ രാഷ്ട്രീയം അവസാനിച്ചു. 2 തവണ കഴിഞ്ഞവർക്ക് കൊടുക്കില്ല, ഷംസീറിന് കൊടുക്കില്ല. 2 തവണ കഴിഞ്ഞാൽ 3 തവണ കഴിഞ്ഞ ആളൊക്കെ കൊടുത്തിട്ടുണ്ട്. പാർട്ടിക്ക് തീരുമാനിക്കാം, ഞാൻ ഈ 3 കഴിഞ്ഞാൽ കൊടുക്കണോ 4 കൊടുക്കണോ എന്നൊക്കെ തീരുമാനിക്കാം. പക്ഷെ 2 കഴിഞ്ഞവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ഷംസീറിനെ മാറ്റി നിർത്തിയത്. കാരായി രാജ് അവിടെയാണ് അത് മെസ്സേജ് എന്താ? കാരായി രാജൻ ഒരു ക്രിമിനൽ കേസിൽ ഇപ്പോഴും പ്രതിയാ, ഫസൽ വധ കേസിൽ. അയാളോട് കണ്ണൂർ കടക്കരുതെന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് പറഞ്ഞ് ഇത് കിട്ടിയത്. അപ്പൊ തൽക്കാലം ജാമ്യത്തിൽ നിൽക്കല്ലേ, വെറുതെ വിട്ടിട്ടൊന്നുമല്ലോ കേസ്. അങ്ങനെ ഒരാളെ അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കും. എന്തായിരിക്കും പാർട്ടി സാധാരണ അണികളിൽ ഉണ്ടാവുന്ന ഒരു വികാരം? എന്തായിരിക്കും? യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ആ അർത്ഥത്തിൽ ഇന്നലെ സുരേഷ് പറഞ്ഞ മാതിരി, BSന്റെ പഴയ സെക്രട്ടറി സുരേഷ് ഇന്ന് കോൺഗ്രസിൽ ചേർന്നിട്ട് പറഞ്ഞ മാതിരി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി ഈ പാർട്ടി നിൽക്കാൻ പറ്റില്ല. അതാണ് TK ഗോവിന്ദൻ പറഞ്ഞത്, അതാണ് V കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്, അത് തന്നെയാണ് നമ്മുടെ സുധാകരൻ സഖാവ് പറഞ്ഞത്. അപ്പോൾ പ്രശ്നം എങ്ങനെയായിരിക്കും പാർട്ടി ലെവൽ വോട്ട് ചെയ്യുക? ഇതുവരെ നമ്മളിട്ട കണക്കുകൾ പല കണക്കും പല സ്ഥലത്തും തെറ്റാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM ഞെട്ടിപ്പോയില്ലേ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞെട്ടി. സീറ്റിൽ ജയിക്കുന്ന പാർട്ടിക്ക് അണികൾ കൊടുത്ത കണക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞെട്ടിപ്പോയില്ലേ? എവിടെ പോയി വോട്ട്? ഈ തളിപ്പറമ്പിലൊക്കെ അല്ല പയ്യന്നൂരൊക്കെ ഒരിക്കലും UDF ജയിക്കാത്ത സ്ഥലങ്ങളിൽ CPM വിമതൻ UDFന് മുന്നോട്ട് ജയിച്ചില്ലേ? കഷ്ടിച്ചല്ലേ പയ്യന്നൂർ പിടിച്ചെടുത്തേ? കഷ്ടിച്ച് തളിപ്പറമ്പ് പോയി പോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് തീർച്ചയായും ഇത് CPM രാഷ്ട്രീയം. ഇതിലിപ്പോൾ ജയിക്കോ തോൽക്കോ എന്നുള്ളതൊക്കെ ചെറിയൊരു ക്രിക്കറ്റ് മാച്ചിന്റെ ഫല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 50 വർഷമായി ഒരു പരിധിവരെ രാഷ്ട്രീയത്തിൽ കൂടെ നിന്നും അതിന്റെ പുറത്തു നിന്നും ഇതിനെ നിരീക്ഷിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം അതിന്റെ വലിയ അപജയത്തിലേക്ക് നീങ്ങാണ്. അണികൾക്ക് ഇതിൽ അസംതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം കാണിക്കുന്നത്. അങ്ങനെ വന്നാൽ അത് ഇടതുപക്ഷ രാഷ്ട്രീയം പോകും. മാത്രമല്ല, മറുവശത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തകർച്ച BJPയുടെ വളർച്ചയിലേക്ക് പോകുമെന്ന് ഭയപ്പെടുന്ന ഒരാൾ കൂടിയാണ്. അവിടെയാണ് പ്രശ്നം. BJPയുടെ വളർച്ചയിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം അങ്ങനെ നാനായുധമായി പോകരുത്. അവിടെയാണ് ഇവർ ജനാധിപത്യ കക്ഷിയാവണം. എപ്പോഴും പറയുന്ന ഒരു കാര്യം അത്. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ ജനാധിപത്യ കക്ഷിയാവണം. അല്ലാണ്ട് നിങ്ങൾ പോയിട്ട് മേൽക്കമ്മിറ്റി തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ വിഴുങ്ങുന്ന ജനങ്ങളോ അണികളോ അല്ല പാർട്ടിക്കുള്ളത് എന്ന് പാർട്ടി എപ്പോഴാണ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നോക്കൂ, ഈ KK രാഗേഷിന്റെ ഒക്കെ ഭാഷ ഇത്രയും വികൃതമായ ഭാഷ ഉപയോഗിക്കുന്നു. കുഞ്ഞികൃഷ്ണനെതിരെ പറഞ്ഞ ഭാഷ എന്താ? രക്തസാക്ഷി ഫണ്ട് ഞങ്ങൾ ബഹുജനങ്ങളെ കാണിക്കും, പൊതുജനങ്ങളെ കാണിക്കില്ല. എന്തൊരു ബഹുജനം പൊതുജനം? ഒരു ജനാധിപത്യത്തിലാണ് ഇത് പറയണേ. ആ കണക്ക് ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ പബ്ലിക്കിൽ വരില്ലേ? പിന്നെ ആരെ കാണിച്ചേ? ബഹുജനം. ഏത് ബഹുജനത്തെ കാണിച്ചെന്ന് ഒരു പറയട്ടെ. കുഞ്ഞികൃഷ്ണൻ ഒരു ബഹുജനല്ലേ ചുരുങ്ങിയത്? അയാളോട് പറയില്ലേ? അതുപോലെ ഇദ്ദേഹം ചോദിച്ചല്ലോ, എനിക്ക് സീറ്റ് വേണ്ട, ഞാൻ ഇന്ന് വരെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടില്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞ. പിന്നെ തല്ലിപ്പള്ളി 2 കോർപ്പറേഷനാണ് എന്നെ ഏൽപ്പിച്ചത്, അതിനൊന്നും എനിക്ക് ഒരു താല്പര്യം ഉണ്ടായില്ല. എന്നിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ വ്യാമോഹം പാർലമെന്റ് അങ്ങനെ പറഞ്ഞ് മാത്രം പറഞ്ഞു നടത്താൻ പറ്റുമോ? V കുഞ്ഞികൃഷ്ണൻ ഏതൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിക്കായിരുന്നു? എന്റെ കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാതിരുന്നത്? അപ്പോൾ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം അവരൊന്നുകിൽ അവരൊരു ജനാധിപത്യ കക്ഷിയായിട്ട് മാറും, തുറന്ന വിമർശനം, തുറന്ന ചർച്ച ഉണ്ടാവുക. അല്ലാതെ ബഹുജനം പൊതുജനം എന്ന് പറയുകയും വർഗവഞ്ചകൻ എന്ന് വെറുതെ വിളിക്കുകയൊക്കെ ചെയ്താൽ ആരാണ് വർഗവഞ്ചകൻ എന്ന ചോദ്യം ചരിത്രമാണ് ഉന്നയിക്കുക. സോവിയറ്റ് യൂണിയൻ അടക്കമുള്ള പശ്ചിമബംഗാൾ ഏറ്റവും നല്ല ഉദാഹരണം പശ്ചിമബംഗാൾ. ഇന്നലെ TK ഗോവിന്ദൻ പശ്ചിമബംഗാളിന്റെ ഉദാഹരണം പറഞ്ഞു. ഏറ്റവും കൂടുതൽ നെപ്പോട്ടിസം ഉണ്ടായി, അല്ലെങ്കിൽ ഈ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളെ തിരികെ കയറ്റുക, അങ്ങനെയുള്ള തരികടകൾ ചെയ്യുക, അഴിമതി ചെയ്യുക,
പിന്നെ വികസനം എന്നുള്ള വെറുതെ വർത്താനം പറയുക. അതാണ് പശ്ചിമ ബംഗാൾ നശിപ്പിച്ചതെങ്കിൽ ഇങ്ങനൊരു രാഷ്ട്രീയം വെച്ച് ഒരു ഇടതുപക്ഷത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോകുന്നത്.